മുന്നോട്ടുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ എന്ത് അവതരിപ്പിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് മുഖ്യം. അത് നിങ്ങളുടെ അഭിപ്രായമായാലും ഉൽപ്പന്നങ്ങളായാലും. വ്യക്തമായ ഒരു ലക്ഷ്യവും കർമ്മപദ്ധതികളും ഇല്ലാതെ ഒരു വ്യക്തിക്കും മഹത്തായതൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുകയും ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുകയും അതിനായി ശരിയായ മാർഗം കണ്ടെത്തുകയും പ്രവൃത്തികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാനം വിജയിക്കുന്നവരുടെ മുന്നിലാവും. നിങ്ങളുടെ യാത്ര പാതി വഴിയിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുന്നിലെ തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല, ഉള്ളിലെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണ്. ജീവിതത്തിൽ അസാധ്യമെന്ന വാക്കിന് സ്ഥാനമില്ല. പലപ്പോഴും തിരിച്ചടികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേരിടേണ്ടി വന്നേക്കാം. അതിനൊക്കെ മറികടക്കാനുള്ള ആത്മശക്തിയാണ് നിരന്തരം പരിശ്രമം തുടരുക എന്നത്. ഇന്ന് നമ്മളുടെ യാത്ര അനങ്ങമല എക്കോ ടൂറിസം പ്രൊജക്റ്റിലേക്കാണ്. അനങ്ങമലയെക്കുറിച്ച് ഏകദേശം മലയാളികൾക്കെല്ലാം അറിയാം. പച്ചമാരുതൻ അണിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രദേശം. സംസ്ഥാന ടൂറിസം വകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്ര തുടരുന്നതിനിടയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചാറ്റൽ മഴയെല്ലാം വകഞ്ഞു മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ അത്ഭുത ബിരിയാണി എന്ന കേന്ദ്രത്തിലെത്തി. ഇവിടെ കുട്ടൻ ബിരിയാണി മികച്ചതായിരുന്നു. കുട്ടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളുടെ ബീഫ് ബിരിയാണിയാണ്. ചൂടോടെ കയ്യിൽ കിട്ടി. അതെല്ലാം കഴിച്ച് വിശപ്പ് മാറ്റിയതിനു ശേഷം ഞങ്ങൾ അനങ്ങമല എക്കോ ടൂറിസം പ്രൊജക്റ്റിൽ എത്തി. വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ തിരക്ക് പിടിച്ച കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ചെറു ടൂറിസം പദ്ധതികൾ വലിയ ആശ്വാസം തന്നെ ഉണ്ടാവും. ഇത്തരം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായി വരുന്നുണ്ട്. ടിക്കറ്റെല്ലാം എടുത്തു പ്രവേശിച്ചപ്പോൾ വിസ്മയകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. അനങ്ങമലയുടെ മലനിരകളിലേക്ക് നടന്നു കയറാവുന്ന തരത്തിൽ ടൂറിസം ഫോറസ്റ്റ് വകുപ്പുകൾ ചില പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി വന്ന് ഒരു പ്രത്യേക അനുഭൂതി നേടാനുള്ള അവസരമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. കരിമ്പാരകളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന പച്ചമരങ്ങൾ മനസ്സിന് പ്രത്യേകം സന്തോഷം നൽകുന്നുണ്ട്.
പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കളകള ഒഴുകി വരുന്ന അരുവി മനം കുളിർക്കുന്ന കാഴ്ചയാണ് നൽകുന്നത്. നിരന്തരം ജലപ്രവാഹം അരുവിയിലൂടെ താഴോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കുട്ടികൾക്ക് ഇത്തരം പാറകളിൽ അള്ളിപ്പിടിച്ച് കയറാനും മാനസിക ഉല്ലാസം നേടുന്നതിനുമെല്ലാം ഈ പ്രദേശം നന്നേ ഉപകരിക്കുമെന്ന് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പാറയിൽ അള്ളിപ്പിടിച്ച് കയറി തൻ്റെ വിജയം ആഘോഷിക്കുന്ന അജാസ് അതിലൊരു കാഴ്ച മാത്രമാണ്. കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന ഇത്തരം സന്തോഷം എത്ര കാശ് കൊടുത്താലും വാങ്ങിക്കാൻ കഴിയില്ല. ഭയങ്കരമായ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. പുറകുവശത്ത് നീണ്ടു കിടക്കുന്ന മലനിരകൾ ഒരു പ്രത്യേക ആനന്ദം നൽകുന്നു. അനകമല ഇക്കോ ടൂറിസം പദ്ധതി മറ്റൊരു മലയിലേക്ക് കയറി ചെല്ലാനുള്ള വലിയ പടവുകൾ. ഓരോ പടവുകളും കയറി ചെല്ലുന്നത് പുതിയ കാഴ്ചകളിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കുമാണെന്നത് യാതൊരു സംശയവുമില്ല. ഇവിടെ സമയം ചെലവഴിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് വന്നതിന് ശേഷം മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോൾ മനസ്സിലായി. ഫാമിലിയായി വരുമ്പോൾ കുട്ടികൾക്ക് ഉല്ലസിക്കാനും ചെറിയൊരു സംവിധാനം സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലും ചക്രക്കസേരയും അങ്ങനെ ചില കളികളെല്ലാം കുട്ടികളെ വല്ലാതെ രസിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. യാത്രകൾ എന്ന് പറയുമ്പോൾ അത് പുതിയ കണ്ടെത്തലുകളാണ്. യാത്രകൾ പറയുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശമനം കണ്ടെത്തുന്നതിനും പുതിയ വഴിത്തിരിവുകളിലേക്കുള്ള ശരിയായ ചുവടുകൾ വയ്ക്കാനുള്ള തിരിച്ചറിവിലേക്കുള്ള കരുതലാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഈ യാത്ര പുതിയൊരു അനുഭവമായി ഞാൻ കാണുന്നു. യാത്രകൾ തുടരുന്നതിന് ഈ യാത്ര പ്രചോദനമാവട്ടെ. ഇവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പുതിയ യാത്രയും പുതിയ കാഴ്ചകളും ഉണ്ടാവും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് അനങ്ങമലയിലെ രസകരമായ അനുഭവത്തിൽ നിന്നും താൽക്കാലികമായി യാത്ര ചോദിക്കുന്നു. എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ആവശ്യം. ചാനലിൻ്റെ പേര് സ്മാർട്ട് മിഷൻ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം.